ലീഗിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് പോയാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ലീഗ് ഭാരവാഹികളുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്ന കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഇന്നും തുടരും. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളാണ് സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുക. ഇതിനുശേഷം വൈകിട്ടോ നാളെയോ സ്ഥാനാർത്ഥികളെ പാണക്കാട് വെച്ച് പ്രഖ്യാപിക്കും. 5 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ഉണ്ടാകില്ലെന്നും ചില സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലം വെച്ചുമാറ്റം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും മതിയായ പരിഗണന ഉണ്ടാകുമെന്നാണ് സൂചന. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇന്നലെയൊക്കെ നമ്മൾ ഒരു ശരീരഭാഷ വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യം, തങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത്. പാണക്കാട് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർവാധികാരിയായി മാറി എന്ന് വേണം കരുതാൻ. PK കുഞ്ഞാലിക്കുട്ടി അല്പമൊന്ന് പുറകോട്ട് പോയി തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് KM ഷാജിയൊക്കെ മലപ്പുറത്തേക്ക് പരിഗണിക്കുന്നത്, നേരത്തെ കാസർഗോഡ് പരിഗണിച്ചിരുന്നത്. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ സീറ്റ് വെച്ചുമാറ്റം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതനുസരിച്ചുള്ള പരിഗണന ഉണ്ടായാൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം, അല്ലേ? ഒരു നേരത്തെയുള്ളൊരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം സ്ഥാനാർത്ഥി പട്ടികയിൽ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. തീർച്ചയായിട്ടും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണവും അദ്ദേഹമാണ് ഇക്കാര്യങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല പേരുകളും ഉയർന്നു വരുന്നു. പല നേതാക്കളെയും PK കുഞ്ഞാലിക്കുട്ടിക്ക് പകരം KM ഷാജിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന ആ ഒരു തീരുമാനത്തിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5 സിറ്റിംഗ് MLA-മാർക്ക് ഇതിനോടകം സീറ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പല സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് വെച്ചുമാറ്റത്തിന്റെ സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ലീഗിനുള്ളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. ഒരു നേതാവിനും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ തീർക്കുന്നത്. മുൻപൊക്കെ ഏകദേശം ഒരു ധാരണ ഓരോ മണ്ഡലത്തിനെ കുറിച്ചും സിറ്റിംഗ് MLA-മാർക്ക് പോലും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്തവണ സിറ്റിംഗ് MLA-മാർക്ക് പോലും അവർക്ക് സീറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. തങ്ങൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലത്തിലെയും സാഹചര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സർവേ വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഓരോ MLA-മാരുടെയും വ്യക്തിഗതമായിട്ടുള്ള പെർഫോമൻസ് കൂടി ഇവിടെ കൃത്യമായി അളന്നു തന്നെയാണ് തീരുമാനത്തിലേക്ക് എത്തുക. കൃത്യമായി അദ്ദേഹത്തിന് എതിരെ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനത്തിന് മറ്റൊരു തരത്തിലും ഒരു ചോദ്യം ഉണ്ടാകുന്ന സാഹചര്യവും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ മുൻപത്തെ ഒന്ന് വളരെ വ്യത്യസ്തമായി സർപ്രൈസ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. നമുക്ക് ഇത് ഒട്ടേറെ പുതുമുഖങ്ങളെയോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഈ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കേൾക്കാത്ത പല പേരുകളും ഈ ഒരു തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്കാണ് ലീഗ് ഓഫീസിൽ ലീഗ് ഭാരവാഹികളുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരുക. അതിനുശേഷം വൈകുന്നേരത്തോടെയാകും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ഇത്തവണ ഒട്ടേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒട്ടേറെ ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഈ ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാൻ കൂടി വേണ്ടിയാണ് 2-3 തവണ സ്ക്രൂട്ടിനി നടത്തി ഓരോ ഭാരവാഹികളെയും നേരിൽ കണ്ട് അഭിപ്രായങ്ങൾ ശേഖരിച്ച് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു 1-to-1 കൂടിയാലോചനകളാണ് ഇപ്പോൾ ഇവിടെ ലീഗ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സാഹചര്യം ഏതായാലും ലീഗിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരമോ നാളെയോ സംഭവിച്ചേക്കാം എന്നാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.